ഏതൊക്കെ ചാനൽ അറിയാമോ? മരം മുറിച്ചവരും മരം കടത്തിയവരും മരത്തിന്റെ ഇടയിൽ കൂടെ ചാടിയവരും ജയിലിൽ കിടന്നവരും കരഞ്ഞവരും കാല് പിടിച്ചവരും എല്ലാം നിങ്ങൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെച്ചത് സർവേ കണ്ടോ? മൂന്നാമതും പിണറായി. ആരാണ് സർവേ പുറത്തുവിടുന്നത്? ആരാ സർവേ പുറത്തുവിടുന്നത്? KPCC പ്രസിഡന്റ് നടന്നപ്പോ ആരോ ഒരാൾ ചുമച്ചത്രേ, ഒന്ന് ചിരിച്ചത്രേ, കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഏതോ ഒരാൾ ക്ലെയിം ഉന്നയിച്ചത്രേ, കോൺഗ്രസ് തകർന്നു. KPCC പ്രസിഡന്റ് K മുരളീധരൻ ചുമച്ചു. വാർത്തയാ. എന്നാൽ G സുധാകരൻ, കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സുധാകരൻ പാർട്ടി വിടുന്നു. ചർച്ചയില്ല. ശ്രദ്ധിച്ചോ? മോനെതിരെ സമരസ് വരുന്നു. ചർച്ചയില്ല. മാസപ്പടി കേസ് വരുന്നു. ചർച്ചയില്ല. RSS മേധാവിയെ കാണുന്നു. ചർച്ചയില്ല. ADGP രാം മാധവിനെ കാണുന്നു. മാധവ്ജിയെ കാണുന്നു. ചർച്ചയില്ല. കോൺഗ്രസിന്റെ ആളുകൾ ഒന്ന് നേരാമണ ഇരുന്നില്ലെങ്കിൽ അതും ചർച്ചയില്ല. കാണുന്നില്ലേ എന്നെ കേട്ട് ട്രോളി എടുക്കുന്നു? കാണുന്നില്ലേ? ഇത് കണ്ടോ നമുക്കെടുത്ത കാര്യം? നമ്മുടെ പ്രശ്നത്തിലാക്കുന്നത് നമുക്കെടുത്ത കാര്യം. ഒരു കാര്യം നിങ്ങൾ തുറപ്പിച്ചു പറയാം. ആരാണോ CPM-എതിരായി വീട് ചൂണ്ടുന്നത് അവരെയാണോ തകർക്കാൻ ശ്രമിക്കുന്നത്? ഷാഫി പറമ്പിലെതിരായിരുന്നു, KM ഷാജിയാണ്. ആണോ? ഇങ്ങനെ ഓരോന്നിനെയും തീർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ചേർന്ന് നിൽക്കണം. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. എങ്ങനെ ചേർന്ന് നിൽക്കണം? തിക്കോടി പഞ്ചായത്തിന്റെ ഭരണമാർക്ക LDF തിരിച്ചു പിടിക്കണം. എത്ര വാർഡുണ്ട്? 18 വാർഡ്. 18 വാർഡുകളിൽ നല്ല ജനസ്വാധീനമുള്ള, ഏത് സാഹചര്യത്തിലും ജയിച്ചു വരാൻ കെൽപ്പുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കണം. നിങ്ങൾക്കിടയിൽ തന്നെ CPM വിദ്വേഷം എതിരും. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ, അധ്യക്ഷ നേതാക്കന്മാരെ കാണുമ്പോൾ CPM-കാർ പറയും, ചേട്ടൻ മത്സരിച്ചാൽ ഞങ്ങൾ തോക്കും. അവൻ മത്സരിച്ചാൽ അവന്റെ കെട്ടിയോട് പോലും വോട്ടില്ല എന്നുള്ള കാര്യം അവൻ അറിയില്ലല്ലോ. പറയും, ചേട്ടൻ നിന്നാൽ ഞങ്ങൾ കടുക്കുമെന്നാണ് ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ പാർട്ടിയുടെ ചേട്ടൻ ഞാനൊരു സംഭവം തന്നെ. ഇങ്ങനെയാവരുത്. ഒരുത്തൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വോട്ട് ചേർത്തിരിക്കുന്ന സ്ഥലത്ത് സംവരണം വന്നപ്പോ സീറ്റ് നഷ്ടപ്പെട്ടവൻ അവന്റെ കൂട്ടി കയറി മുട്ടയിടാൻ കയറല്. കിട്ടാത്തവർ മാറിയിരിക്കണം. അന്യായമായി അല്ല അവന്റെ കൂട്ടി കയറരുത്. നിരന്തരമായി തോക്കുന്നവർ മാറി നിൽക്കണം. ജയിക്കുന്ന മുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കൂല. നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റൂല. നിങ്ങളൊരു കാര്യം എഴുതി വെച്ചോ, അവർ മാർക്സിസ്റ്റുകളാണ്. അവർ കാര്യത്തോടെടുക്കുമ്പോൾ അവർ കോൺഗ്രസ് വിരുദ്ധരാണ്. നിങ്ങൾ ആരെങ്കിലും അവരോട് അഡ്ജസ്റ്റ് ചെയ്ത് ജയിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ജയിക്കൂല. അവർ നിങ്ങളെ ജയിപ്പിക്കില്ല. ഒറ്റ വഴിയുള്ളൂ. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ 2 വഴിയുള്ളൂ. ഒന്ന് മാർക്സിസ്റ്റ് വിരുദ്ധതയാണ്, ഒന്ന് മാർക്സിസ്റ്റ് അനുകൂലമാണ്. നിങ്ങൾ മാർക്സിസ്റ്റ് വിരുദ്ധ